ആരാധകരുടെയോ അല്ലെങ്കിൽ പ്രത്യേകതയുള്ള ആരുടെയാണെങ്കിലും അവരുടെ വിശേഷങ്ങൾക്കോ പിറന്നാൾ ദിവസമോ താരങ്ങൾ എത്തുന്നത് വാർത്തകളിൽ പ്രാധാന്യമായി മാറാറുണ്ട്. ഇപ്പോഴിതാ ഒരു കുഞ്ഞുമകളുടെ സന്തോഷത്തിനു വേണ്ടി ദിലീപും കാവ്യയും ഒരു പിറന്നാൾ ആഘോഷത്തിന് എത്തിയിരിക്കുന്ന വാർത്തയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. എവിടെയാണ് എന്ന് നിശ്ചയമില്ലെങ്കിലും ആ കുഞ്ഞിന് വേണ്ടി സംസാരിക്കുകയും മാമാട്ടിയുടെ പ്രായമുള്ള ഒരാൾ അവിടെ ഉണ്ടെന്നും അതുപോലെ ആ കുഞ്ഞിനോട് നിന്റെ പ്രായമുള്ള ഒരാൾ എൻ്റെ വീട്ടിലുണ്ടെന്ന് ദിലീപ് പറയുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്ര സ്നേഹത്തോടെയാണ് അവർ സംസാരിക്കുന്നത്. വളരെയധികം തന്നെ സ്നേഹം എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകർക്കത് മനസ്സിലാവുകയും ചെയ്യുന്നു എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നതെന്ന് കൂടി പറയുന്നു. ഓരോ തവണയും പ്രേക്ഷകർ വളരെ പ്രീതിയോടെയാണ് ഈ വാർത്തയെ കാണുന്നത്. എല്ലാവരും ഇപ്പോൾ ദിലീപും കാവ്യയും പഴയതുപോലെ ആക്റ്റീവായതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ഓരോ തവണ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വളരെയധികം കൃത്യമായി തന്നെ പറയുകയും അതുപോലെ തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയുന്നു. നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഓരോ കാര്യങ്ങളും പ്രേക്ഷകരെ പ്രീതി പിടിച്ചു പറ്റുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. മാമാട്ടി എന്ന് പറയുന്ന താരപുത്രി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയാണ്. ദിലീപിൻ്റെയും കാവ്യയുടെയും മകളായതുകൊണ്ട് മാത്രമല്ല ആ താരപുത്രിയുടെ സംസാരവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ചിത്രങ്ങളുമെല്ലാം ഇതിന് അടിസ്ഥാനം തന്നെയാണ്. ഇപ്പോൾ അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും മാമാട്ടിയുടെ പ്രായമുള്ള കുഞ്ഞിനോട് വളരെയധികം തന്നെ ചെറുതായി വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ദിലീപിനെയും കാവ്യയും തന്നെയാണ്. കുഞ്ഞിനെ കണ്ടതും കുഞ്ഞിൻ്റെ അടുത്ത് പോയി കുഞ്ഞിനെ ഹായ് കാണിക്കാനുമൊക്കെ അവിടെ സമയം ചിലവഴിക്കുന്നുണ്ട് ദിലീപും കാവ്യയും അത് വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. കുഞ്ഞ് സംസാരിക്കാതെ മാറി നിൽക്കുമ്പോൾ ദിലീപ് അടുത്തേക്ക് ചെന്ന് സംസാരിക്കുകയാണ്. നിന്നെപ്പോലൊരാൾ അങ്കിളുടെ വീട്ടിലുമുണ്ട് എന്നാണ് അവിടെ ദിലീപ് പറയുന്നത്. മാമാട്ടി ഇപ്പോൾ അധികം സ്ഥലങ്ങളിൽ കാണാറില്ല. ഭൂരിഭാഗം സമയങ്ങളിലും ഇവർ ഒറ്റയ്ക്ക് തന്നെയാണ് എത്താറുള്ളത്. മാമാട്ടിയും കൂട്ടി എത്തുന്നത് ഇപ്പോൾ വളരെ കുറവാണെന്ന് തന്നെ പറയണം. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയാണെന്ന് തന്നെ പറയാം. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ വാർത്തയായി ഇത് മാറുമ്പോഴും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയമായി ഇത് മാറുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ദിലീപിൻ്റെയും കാവ്യയുടെയും ഈ വീഡിയോ തന്നെയാണ് ഏറ്റെടുക്കുന്നത്. എന്തിനാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമായി മാറുന്നത് എന്നുകൂടി എല്ലാവരും ചോദിക്കുന്നു. സാധാരണ താരങ്ങളെല്ലാം ചെയ്യുന്ന കാര്യമാണിത്. അവരുടെ കുട്ടി ആരാധകരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പിറന്നാളാണ് എന്ന് പറഞ്ഞാൽ അവിടെ എത്തി അവർക്ക് മധുരം കൊടുക്കാനും അവർക്ക് ആശംസകൾ അറിയിക്കാനും എല്ലാ താരങ്ങളും മുതിരുന്നത് തന്നെയാണ് എന്ന് വിമർശകരെല്ലാവരും ഇപ്പോൾ ദിലീപിനും കാവ്യയ്ക്കുമെതിരെ പറയുന്നുണ്ട്. എന്നാൽ ദിലീപിനും കാവ്യയ്ക്കുമെതിരെ ഇത്തരത്തിൽ വാർത്ത പറഞ്ഞുകൊണ്ട് പലരും എത്താറുണ്ട്. അതൊക്കെ തന്നെയും സ്വാഭാവികമായ കാര്യമായി തന്നെ മാറുകയും ചെയ്യുന്നു. ഓരോ തവണയും പ്രേക്ഷകർ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്നു എന്ന് തന്നെയാണ് സത്യം. അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു വാർത്തയായും ഇത് മാറുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.